ആലുവ എടത്തല പൂക്കാട്ടുപടിയിൽ 7 വയസ്സുള്ള കുട്ടിയെ പിതാവ് ചട്ടുകം ചൂടാക്കി പൊള്ളിച്ചു. അയൽവാസികളുടെ പരാതിയിൽ പോലീസ് എത്തി കുട്ടിയെ ചൈൽഡ് ലൈനിൽ ഹാജരാക്കി. വിഷ്ണു പ്രകാശ് വിവരങ്ങളുമായി. വിഷ്ണു, എന്താണ് ഈ ക്രൂര പീഡനത്തിന് കാരണം? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? നിലവിൽ ഇതിലൊരു ഏതാനും ദിവസങ്ങൾ മുമ്പ് നടന്ന ഒരു സംഭവമാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അയൽവാസികളായിട്ടുള്ള ആളുകളാണ് ഇത്തരത്തിലൊരു പരാതി അത് പോലീസിൽ വിവരം അറിയിച്ചത്. കുട്ടിയുടെ ദേഹത്ത് പൊള്ളിയ പാടുകൾ ഉണ്ട് എന്നുള്ളതായിരുന്നു. അപ്പോൾ തന്നെ പോലീസ് എത്തുകയും പിന്നീട് കുട്ടിയെ ചൈൽഡ് ലൈനിലെ മുമ്പിൽ ഹാജരാക്കുകയുമായിരുന്നു. പിന്നീട് ചൈൽഡ് ലൈനിന്റെ നേതൃത്വത്തിൽ ഒരു ഷെൽട്ടർ ഹോമിലേക്ക് കുട്ടിയെ മാറ്റിയിരുന്നു. ആ ഘട്ടത്തിലൊന്നും കുട്ടി പറഞ്ഞുകൊണ്ടിരുന്നത് അത് തനിക്ക് സ്വയമേ പൊള്ളലേറ്റതാണ് എന്നുള്ള തരത്തിലായിരുന്നു കുട്ടിയുടെ മൊഴി. പക്ഷേ ഇന്ന് വീണ്ടും നടത്തിയ ഒരു സംസാരത്തിലാണ് കുട്ടിയെ ഇത്തരത്തിൽ പിതാവ് ചട്ടകം പൊള്ളിച്ചു വച്ചതാണ് എന്നുള്ള ഒരു വിവരം പറയുന്നത്. ഇതിനെ തുടർന്ന് കുട്ടിയെ വീണ്ടും വിദഗ്ധ പരിശോധനയ്ക്കായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് അടക്കം മാറ്റിയിരുന്നു. അതിൽ കൂടുതൽ ശരീരഭാഗങ്ങളിലൊക്കെ പൊള്ളലുണ്ട് എന്നുള്ളൊരു വിവരം വന്നിരുന്നു. ഇതിൽ പ്രകാരമാണ് ഇന്നിപ്പോൾ എടത്തല പോലീസ് വൈകിട്ടോടുകൂടി പിതാവിനെതിരെ കേസ് എടുത്തിട്ടുള്ളത്. പ്രധാനമായും ഈ കുട്ടിക്ക് കീഴിൽ മുതിർന്നതായിട്ടുള്ള 2 സഹോദരങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ അവർക്കും എന്തെങ്കിലും തരത്തിലുള്ള ഒരു പൊള്ളലേറ്റിക്കോ അല്ലെങ്കിൽ പിതാവിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ആക്രമണങ്ങൾ അവരും നേരിട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. നിലവിൽ അന്വേഷണം ഒരു പ്രാരംഭഘട്ടത്തിലാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുട്ടി പറഞ്ഞുകൊണ്ടിരുന്നത് കുട്ടിക്ക് സ്വയമേ ഏറ്റ പൊള്ളലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഈ കുട്ടി സ്വയം ഇക്കാര്യം പിതാവ് തന്നെ ഏൽപ്പിച്ചതാണ് എന്നുള്ളൊരു വിവരം പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വൈകിട്ടോടുകൂടി കേസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലായിരിക്കും പിതാവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതടക്കം ഉള്ള കാര്യങ്ങളിലേക്ക് പോലീസ് നീങ്ങുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പോലീസുമായി സംസാരിച്ചപ്പോൾ അവർ പങ്കുവയ്ക്കുന്ന വിവരം. ശരി, വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.